അദ്ദേഹം കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് ഓരോ ചുവടും വയ്ക്കുക. അദ്ദേഹത്തിന്റെ കേവലം ഒരു പ്രസ്താവനയിൽ പോലും ഉണ്ടാകും നിലപാടിലെ കൃത്യതയും സുതാര്യതയും. രാഷ്ട്രീയത്തിലെ പ്രായോഗികതയെയും ആദർശത്തെയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന വിജയം. നമ്മൾ വലിയ വലിയ ആദർശങ്ങൾ പറഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല, നാടിന് പ്രയോജനം ഉണ്ടാകത്തില്ല. അതേസമയത്ത് അതൊക്കെ അപ്പാടെ മാറ്റിവെച്ചുകൊണ്ട് തികച്ചും പ്രായോഗികത മാത്രം എന്ത് മാർഗം ഉപയോഗിച്ചും കാര്യങ്ങൾ നേടുക. ഇന്നിപ്പം രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതാ. ഏതു വിധത്തിലും അധികാരത്തിലെത്തുക, അതിന് പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും തത്വങ്ങളും എല്ലാം ബലി കഴിക്കുക, അതൊന്നും ആരും വില കൊടുക്കുന്നില്ല. അത് നിശ്ചയമായിട്ടും അതിനോടും എനിക്ക് യോജിപ്പില്ല. അപ്പം ഇത് രണ്ടും ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട പൊതുവായിട്ടുള്ള ഒരു സമീപനം, അത് ക്രെഡിബിലിറ്റിയും സുതാര്യമായ പ്രവർത്തനങ്ങളും അതൊക്കെ ആയിക്കൊണ്ട് തന്നെ പ്രായോഗികമായി കാര്യങ്ങൾ നടത്തുന്നതിനുള്ള ഒരു പ്രവർത്തനം വേണം എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാണ് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. പൂർണ്ണമായി വിജയിച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കേരളം കാതോർക്കുന്ന തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പായുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. പക്ഷെ അദ്ദേഹത്തിന് സ്വന്തമായൊരു മൊബൈൽ നമ്പറില്ല. എന്നാൽ ഉമ്മൻചാണ്ടി എപ്പോഴും വെളിപ്പുറത്തുണ്ട്. കൂടെ സഞ്ചരിക്കുന്നവരുടെ ഫോണുകളിലൂടെ അദ്ദേഹം തന്നെ തേടിയെത്തുന്ന ആവലാതികൾക്കും ആശംസകൾക്കും വരെ മറുപടി നൽകുന്നു. യാത്ര ചെയ്യുമ്പോൾ പണം കൊണ്ടു നടക്കാത്ത നേതാവ് കൂടിയാണ് ഉമ്മൻചാണ്ടി. വഴിയിൽ എവിടെയെങ്കിലും പെട്ടുപോയാൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് പലതവണ. ഈ പണമില്ലാതെ യാത്ര ചെയ്യാന്നുള്ളത് അങ്ങ് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഒരു ഹോബിയായിട്ട്, അതൊരു ത്രില്ലായിട്ടാണ് എടുക്കുന്നത്. അത് ചിലയിടത്തൊക്കെ ചെന്ന് വല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങളത് അങ്ങ് ഫേസ് ചെയ്യും. ഒരിക്കൽ ഞാനും PC ചാക്കോയും കൂടെ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരിക, ഫ്ലൈറ്റിലാണ് വരുന്നത്. എൻ്റെ ഒരു പൈസ ആസ് യൂഷ്വൽ ഒരു പൈസയും ഉണ്ടായിരുന്നില്ല. ബോംബെ വന്നപ്പോഴത്തേക്ക് വലിയ മഴയായതുകൊണ്ട് അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് താമസിച്ചു. കൊച്ചിക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിങ് പോന്നു. അന്നൊക്കെ ഒറ്റ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ചാക്കോയുടെ ആകെ 10 രൂപയേ ഉള്ളൂ. ഞങ്ങളാകെ വിഷമിച്ചു. അന്ന് AC ജോർജ് മന്ത്രിയാണ്. AC ജോർജ് ഞങ്ങളെ ഈ ഫ്ലൈറ്റിലൊക്കെ ഉള്ള ആദ്യത്തെ യാത്രകളായതുകൊണ്ട് ഞങ്ങളെ ഒന്ന് കയറ്റി വിടാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അവിടെ അയച്ചിരുന്നു. അപ്പോൾ അവർ വന്നതുകൊണ്ട് അവർ ഞങ്ങളെ കാറിൽ കൊണ്ടുപോയി MLA ക്വാർട്ടേഴ്സിൽ ആക്കി. അന്ന് MLA ക്വാർട്ടേഴ്സിൽ 3 രൂപയേ ഉള്ളൂ ഒരു റൂമിന്. അപ്പം ഞങ്ങൾ 3 രൂപ കൊടുത്തൊരു റൂമെടുത്തു. പിറ്റേ ദിവസം ഇവർ കൊണ്ട് തിരിച്ചുകൊണ്ട് എയർപോർട്ടിലാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും വലിയൊരു ആശ്വാസമായി. ബാക്കിയുള്ള 7 രൂപ കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം വേണ്ട ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം എഴുന്നേൽക്കുമ്പോൾ ഉച്ചയൂണ് കഴിഞ്ഞില്ല, കഴിക്കാൻ പൈസയില്ല, നല്ല വിശപ്പായി കഴിഞ്ഞപ്പം ചാക്കോയോട് പറഞ്ഞു നമുക്കൊന്ന് ഇറങ്ങി നടക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ബോംബെ കൂടെ ഇങ്ങനെ നടന്നു വന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരാളെ കണ്ടു. അദ്ദേഹം ഞങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ ഊണ് കഴിച്ചില്ലെന്നോ ഭക്ഷണം കഴിക്കാതെ വിശന്ന് നടക്കുകയാണെന്നോ ഒന്നും അറിയാതെ തന്നെ അദ്ദേഹം നിർബന്ധിച്ചു കൊണ്ടുപോയി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന്. അപ്പം ഞങ്ങൾക്ക് ഒരു തോന്നി, എന്നാൽ പിന്നെ ഒരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, എന്തെങ്കിലുമൊക്കെ ആകാം. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവുണ്ട് അവിടെ, ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫോൺ ചെയ്യിച്ച് വിളിച്ച് ഞാൻ സംസാരിച്ച് അദ്ദേഹം വന്ന് പിന്നെ രാത്രി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി സിനിമയ്ക്കൊക്കെ കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ AC ജോർജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളവർ ഫ്ലൈറ്റിൽ കയറ്റി ഇവിടെ അയച്ചു. അപ്പം പക്ഷേ ഞങ്ങളതൊരു ഇതായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് പിന്നീട് എപ്പോഴും അത് തുടരുന്നു. ഉമ്മൻചാണ്ടി എന്ന പേരു കേട്ടാലേ ഓർമ്മ വരിക ഒരാൾക്കൂട്ടമാണെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയും. ഓരോ പ്രഭാതവും ഒരു ജനക്കൂട്ടത്തോടൊപ്പം തുടങ്ങുന്ന ജനങ്ങളുടെ നേതാവ്. ജനമധ്യത്തിൽ അവരുടെ പരാതികൾ ക്ഷമയോടെ കേട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടേയിരിക്കുന്നു ഉമ്മൻചാണ്ടി. കേരള രാഷ്ട്രീയത്തിലെ ഉന്നതമായ പടവുകൾ ചവിട്ടിക്കയറി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഏത് പ്രതിസന്ധിയിലും ഉമ്മൻചാണ്ടിക്ക് ഒരു ഫോർമുല ഉണ്ടായിരിക്കും. ഏത് പ്രശ്നത്തിനും പരിഹാര മാർഗം കണ്ടുപിടിക്കാനുള്ള ഒരു അനിതര സാധാരണമായ കഴിവ് ഉമ്മൻചാണ്ടിക്കുണ്ട്. അത് പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക്, കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ആശ്വാസം നൽകിയിട്ടുള്ള കാര്യമാണ്.
അതുപോലെ തന്നെയാണ് പ്രവർത്തകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ജനങ്ങൾക്കുണ്ടാകുന്ന വേദനയിലും ദുഃഖത്തിലും ഒരു അത്താണിയായി നമുക്ക് കാണാൻ കഴിയുന്ന നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. അപ്പം അദ്ദേഹത്തിൻ്റെ 40 വർഷം MLA ആയിരിക്കാൻ കഴിഞ്ഞ ആ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾക്ക് നേരിട്ടും അല്ലാതെയും പ്രയോജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സവിശേഷത കൂടി ഉണ്ട് എന്ന് ഞാൻ എടുത്തു പറയട്ടെ. 40 വർഷം പൂർത്തിയാക്കിയ അദ്ദേഹം ഇനിയും കേരള രാഷ്ട്രീയത്തിനും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും ജനങ്ങൾക്കും കൂടുതൽ സംഭാവന ചെയ്യാനുള്ള കരുത്ത് അദ്ദേഹത്തിന് സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ KPCCക്ക് വേണ്ടി ആശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ എത്തിയാലും ഉമ്മൻചാണ്ടിയോടൊപ്പം ചേരുന്ന ഈ ആൾക്കൂട്ടം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സുരക്ഷാ ജീവനക്കാർക്ക് ഏറെ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി കൂടെയുള്ള MC മാത്യുവോ RK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന RK ബാലകൃഷ്ണനോ ഇക്കുവോ ജോപ്പനോ ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാകും. ജനങ്ങളുടെ പരാതിന്മേലുള്ള ഉമ്മൻചാണ്ടിയുടെ പരിഹാര നിർദ്ദേശങ്ങളുടെ 2ാം ഘട്ടം നടപ്പിലാക്കേണ്ട ചുമതല ഇവർക്കാണ്. ജനക്കൂട്ടത്തിനിടയിൽ ജീവിച്ച് ശീലിച്ച ഉമ്മൻചാണ്ടി ഇപ്പോൾ ഏറ്റവും അധികം ഭയക്കുന്നത് ഏകാന്തതയാണ്. അടുപ്പമുള്ളവർ പലരും സ്നേഹത്തോടെ ഉപദേശിച്ചിട്ടും ഉമ്മൻചാണ്ടി ഒഴിവാക്കാത്തത് ആൾക്കൂട്ടത്തോടുള്ള ഈ അഭിനിവേശമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഏകാന്തതയാണ്. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഉറക്കം വന്ന് പിന്നെ ഉറങ്ങുന്ന ഒരു സമയം വരെ എനിക്ക് എപ്പോഴും ആളുകളോടൊപ്പം ഉണ്ടാകണം, അവരുമായിട്ട് ബന്ധപ്പെടണം. എനിക്ക് ഒരിക്കലും ആൾക്കൂട്ടം എനിക്കൊരു അസ്വസ്ഥത തരത്തില്ല. അതേസമയത്ത് ഏകാന്തത എനിക്ക് വലിയ ഇതാണ്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കിടന്ന അന്നേരം ഉറങ്ങും. കാരണം വളരെ യാത്ര ചെയ്ത് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. പക്ഷേ ചില പ്രത്യേക അവസരങ്ങളിൽ ഇടയ്ക്ക് ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടും. അന്നേരം പിന്നെ നമ്മുടെ കൂടെ ആരുമില്ല, നമുക്കൊരിതുമില്ല. പിന്നെ എനിക്ക് ആ ഒരു സമയമെന്ന് പറയുന്നത് വളരെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന സമയമാണ്. അങ്ങനെ മാത്രമേ പലപ്പോഴും ആ ഏകാന്തത എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആളുകൾ ഉള്ളതും അവരുമായി ആശയവിനിമയം നടത്തുന്നതും അവരുടെ പരാതി കേൾക്കുന്നതും അവരോട് തമാശ പറയുന്നതും ഒക്കെ നമ്മുടെ ഒരു ജീവിത ശൈലിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായി കഴിയുമ്പോൾ കാറിനകത്ത് തിരുവനന്തപുരത്തു നിന്ന് പോരുമ്പോൾ മുഖ്യമന്ത്രിയുടെ കാറിൽ ഇരിക്കാൻ ഇട കിട്ടാത്ത ഒരാൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രിക്കാണ്. ബാക്കി എല്ലാവരും കാണും. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ അവിടെ സ്ഥലം കാണുകയില്ല. കോട്ടയത്തെങ്ങാനും വന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന കലക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കലക്ടർ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയെ കാണാൻ വീട്ടിൽ ചെന്നാൽ പെരുന്നാളിൻ്റെ ആളാണ്. അദ്ദേഹത്തെ ഒന്ന് ഒറ്റയ്ക്ക് കണ്ട് പലതും സംസാരിക്കാനുള്ളതാണ്. അത് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ അടുക്കളയിൽ പോയി അമ്മ വഴിയാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അത് പാടില്ല. മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനും ഒരുപാട് പദ്ധതികളെ പറ്റിയുള്ളത് കാര്യങ്ങൾ അതിന് ഉമ്മൻചാണ്ടിക്ക് സൗകര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളുടെ കൂടെ ഉള്ളത് ബലമാണെങ്കിൽ ബലഹീനതയും കൂടെ ആണെന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ കാരണം.